ഹലോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഞാനിപ്പോൾ ഈയിടെയായിട്ട് കുറേ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയെന്ന് പറഞ്ഞിട്ടാ. ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കും, ഇത് ഞാൻ ഒരു ഹാക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയതാണ്. അത് ആക്ച്വലി വേറെ ഒന്നല്ല, യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മാത്രം വന്നൊരു ഇഫക്റ്റാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മേക്കപ്പ് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. പെണ്ണേ മോള് എളുപ്പമല്ല. അപ്പോൾ സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മേക്കപ്പ് ആട്ടോ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്തില്ല. ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ. അപ്പോൾ ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചുത്തുവിൻ്റെ ഗെയിമല്ല, അത് അമ്മയുടെ ഗെയിമാണ്. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ നല്ല അപ്ലൈ ചെയ്യുക. നല്ല മുഖം വാഷ് ചെയ്യാനുണ്ട് മേക്കപ്പിന് മുമ്പ്. ഞാൻ വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. വേണ്ട വേണ്ട, അവിടെ വയ്ക്കാത്, അടിയാണ്. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അടുത്ത നമുക്ക് ഇൻസൈറ്റിൻ്റെ പ്രൈമർ കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഞാനിപ്പോൾ വാങ്ങിയതാണ്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇതൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ടായിരിക്കും ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കുറച്ചെടുക്കുന്നുള്ളൂ, കുറച്ച് നല്ല വലിയ സാധനം വയ്ക്കാനും കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പ്രൈമർ ജസ്റ്റ് ഇവിടെ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പ്രൈമർ ഒന്ന് വെറുതെ അപ്ലൈ ചെയ്ത ശേഷം നെക്സ്റ്റ് അപ്ലൈ ചെയ്യാനുള്ളത് ഫൗണ്ടേഷൻ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഹെർബിൻ്റെ ഫൗണ്ടേഷൻ എടുത്തുള്ളൂ കേട്ടോ, സെറം ഫൗണ്ടേഷൻ. ജസ്റ്റ് ഹെർബിൻ്റെ ഫൗണ്ടേഷനും നമ്മുടെ സ്ട്രോബ് ക്രീമും കൂടിയിട്ട് കുറച്ച് സ്ട്രോബ് ക്രീം കഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഇതെന്നോ വാങ്ങിയതായിരുന്നു. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ, NYBയുടെ. രണ്ടും കൂടിയിട്ട് അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ സാധാ മുന്നേ യൂസ് ചെയ്തിരുന്ന ഫൗണ്ടേഷൻ കേട്ടോ. എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആണോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ തുടക്കത്തിൽ വാങ്ങിയൊരു ഫൗണ്ടേഷൻ ആയിരുന്നു ഇത്. നമ്മൾ സ്ട്രോബ് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. അടുത്ത് നമുക്ക് കൺസീലർ കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസീലർ ഇവിടെയും ഇത് കോലമൊന്ന് കാണണ്ടേ, നോക്കൂ അല്ലേ. നോസ് കോൺട്രോൾ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പം NYBയുടെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും എന്തിനാന്ന് വരെ എനിക്ക് അറിയണ്ടായിരുന്നില്ല, സത്യം പറയാം. ഇതിൻ്റെ ABCD ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. നമുക്ക് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലിൻ്റെ ഡാർക്ക്നെസ് തീരെ പോയിട്ടില്ല. നമുക്ക് ബ്ലഷ് ഇട്ടിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് സെറ്റാക്കാം കേട്ടോ. ശരിക്കും കളർ കറക്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അതില്ലാത്ത കാര്യം ഞാൻ ബ്ലഷാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ജസ്റ്റ് നമുക്ക് കൺസീൽ ചെയ്യാം. നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടോ അണ്ടർ ബ്രോൺസർ ചെയ്യുക. ഇതൊക്കെ എന്തിനാന്ന് ഇവിടെ സൺ കിസ്ഡ് എഫക്റ്റ് കിട്ടാനാണെന്നാണ് ഞാൻ ഇത് ഉപയോഗിച്ചത് കേട്ടോ. ഓക്കെ, ഇതിവിടെ മാത്രം ഇനി Glam 21 ഒരു ഇതായിട്ടുള്ളത് കേട്ടോ. ബ്ലഷ് ഒന്നും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഐ ഷെയ്ഡ് ഒരു ബേസ് ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേസ് ഷെയ്ഡ് ഇവിടെ ഞാൻ പാലറ്റിലുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെറൂൺ കളറാട്ടോ അടുത്തുള്ള ഐ ഷെയ്ഡ്. മെറൂൺ കളർ ഐ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇനി അടുത്ത് നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഐ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കണ്ണെന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ഈ കണ്ണടിയിൽ ഇതുപോലെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡാസ്ലറിൻ്റെ തന്നെ മസ്കാര ഇട്ടെടുത്തിട്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഇഷ്ടമുള്ളൊരു ഏരിയക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ. ഇങ്ങനെ ലിപ് ലൈനർ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? അയ്യോ കൈ കയറ്റിച്ച് കൈ. ടപ്പ് എന്നാണ് ഷെയ്ഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പൊട്ടും കൂടി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് വെറുതെ ഇരുന്നിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ഇത് പുറത്ത് പോകാനൊന്നല്ല കേട്ടോ, ഞാൻ വെറുതെ പറ്റിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒരു മേക്കപ്പ് ലുക്ക്, നാളെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ട്രയലാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്കിഷ്ടമുള്ള എക്സൈറ്റ്മെൻറ്റുള്ള കല്യാണങ്ങളുണ്ടെങ്കിൽ ഞാൻ എല്ലാ ഫ്രണ്ട്സിൻ്റെ ആയാലും ഫാമിലിയിലെ ആയാലും ഞാൻ അപ്പോൾ ഒന്ന് മേക്കപ്പ് ലുക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നത് എൻ്റെ സ്ഥിരമായിട്ട്. പക്ഷെ കെട്ടിക്കൊണ്ടുപോകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറും മുടിയൊക്കെ കെട്ടി വരുമ്പോൾ. അപ്പം ഞാനിപ്പോൾ ഈ ലുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കുകയാണ്. നാളെ സമയം ഉണ്ടാവില്ല, രാവിലെ പോകണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊരു മേക്കപ്പ് മുടി കെട്ടാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഹെയർ ലുക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. രസം ഉണ്ടാവും നിങ്ങൾ പറയണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, മുടി ഇങ്ങനെ മെടഞ്ഞിട്ടിട്ട്. അങ്ങനെ വെറുതെ വീട്ടിലിരുന്നിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അത് ആക്ച്വലി ഇത് ട്രയലാണെന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണുണ്ടോ? അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പഴയ മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പരിചയമുള്ളത്, അതായത് ജസ്റ്റ് നമുക്ക് പൗഡറും കൺമഷിയൊക്കെ തന്നെ. ബട്ട് ഇപ്പോഴാണ് കുറച്ച്, ഇപ്പോൾ 2-3 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ ഞാൻ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ലുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലോങ് വീഡിയോ എത്രമാത്രം അടിപൊളിയായിട്ടുണ്ട് മേക്കപ്പ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളത് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.